വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാംഗോ ഷേക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ നല്ല പഴുത്ത മാങ്ങയാണ്. ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തണുത്ത പാൽ ഒഴിച്ചിട്ടുണ്ട്. പാൽ അധികം ഒഴിക്കരുത്, വളരെ കുറച്ച് മാത്രം ഒഴിച്ച് അടിച്ചെടുക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തതാണ്. ഒട്ടും തന്നെ കട്ടയില്ലാതെ അടിച്ചെടുത്താൽ മാത്രമേ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പാല് കട്ടിയാക്കി എടുത്തതാണ്. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലുണ്ട്. ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്ക് മാങ്ങ നന്നായിട്ട് അടിച്ചതിന് ശേഷം മാത്രം ഈ പാൽക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടും. ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്നും കൂടി അടിച്ചെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഷേക്ക് പോലെ നല്ല തിക്കായിട്ടുള്ള ഷേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ട് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാതെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പലണ്ടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്നട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കട്ട് ചെയ്ത മാങ്ങയുടെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മാംഗോ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. മാംഗോ ഷേക്ക് ഒഴിച്ചതിന് ശേഷം പുറത്തും ഞാൻ കുറച്ച് കട്ട് ചെയ്ത മാങ്ങ പീസ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കുന്ന സമയത്ത്. നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്